ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാനിക്കേശത്തിന്റെ മാനി മരിച്ചത് കുരിശിലാണ്. മാനിക്കേശത്തിൽ എവിടെയാണ് പ്രാവ്? ഏകൻ ന്യൂസിൽ ഒരു ജീവൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഗവേഷകനാണ്, പുരാവസ്തു ഗവേഷകനൊക്കെ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഒരാളുടെ അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിന്റെ ഫസ്റ്റ് ഭാഗത്തിന് നമ്മൾ ഇന്നലെ ഒരു മറുപടി കൊടുത്തു. അതിന്റെ രണ്ടാമത്തെ ഭാഗം, അതായത് ആ ഏകൻ ന്യൂസിലെ ഒറ്റ അഭിമുഖമാണ് അത്. അതിൻ്റെ ആ അഭിമുഖത്തിലെ കുറച്ച് ഭാഗങ്ങൾക്കുള്ള മറുപടി ഇന്ന് ഞാൻ നൽകുകയാണ്. ജീവൻ ഫിലിപ്പിന്റെ വാക്കുകൾ ഏകൻ ന്യൂസിൽ. സുറിയാനി സഭകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മാർത്തോമാ സ്ലീവ താമരക്കുരിശ് ആണ്. താമരച്ചെടിയിൽ നിന്ന് ഈ കുരിശ് ഉയർന്നു വരുന്നു. അതുകൊണ്ട് ചെളിയിൽ നിന്ന് ഉയർന്നു വന്ന് മോക്ഷത്തിലേക്ക് പോകുന്നുവെന്ന് സങ്കല്പിച്ചുകൊണ്ടുള്ള കുരിശ്. അതിന് ചുറ്റുമുള്ള ബഡ്സ്, മുട്ടുകള് അഥവാ മുകുളങ്ങള്, അത് ഈശോ മിശിഹായുടെ കണ്ണീരാണ്. ഇങ്ങനെ ഒത്തിരി പ്രതീകവൽക്കരണങ്ങൾ വരുന്നുണ്ട്, സിംബലൈസേഷൻ. ഈ സുറിയാനി സഭകൾ എന്ന് ജീവൻ ഫിലിപ്പ് ഉദ്ദേശിച്ചത് സീറോ മലബാർ സഭയെ ആയിരിക്കും, അല്ലേ? എറണാകുളം അങ്കമാലി അതിരൂപതയും ഈ അഭിമുഖം സംപ്രേഷണം ചെയ്യുന്ന ഏകൻ ന്യൂസും ലേഖനം പ്രസിദ്ധപ്പെടുത്തിയ സത്യദീപവും ഈ സുറിയാനി സഭയിൽപ്പെട്ടതല്ലേ? സഭാവിരുദ്ധ കാര്യങ്ങൾ ഇത്ര പ്രചാരണം കൊടുത്ത് പ്രസിദ്ധപ്പെടുത്തുന്നത് കൊണ്ട് വന്നു പോകുന്ന സംശയമാണ് കേട്ടോ. നാണമില്ലേ വിമത വൈദികരെ? ഒരു നിരീശ്വരവാദിയെയും സഭാവിരോധിയെയും കൊണ്ടുവന്ന് നിങ്ങളുടെ ന്യൂസിൽ ഇരുത്തി നിങ്ങൾ ഏത് സഭയിലായിരിക്കുന്നുവോ ആ സഭയ്ക്കെതിരെ പ്രചാരണം നടത്താൻ തന്തയ്ക്ക് പറഞ്ഞവരാരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? ജീവൻ ഫിലിപ്പ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആധുനിക കാലത്ത് സ്ക്രിപ്റ്റ് റീഡിംഗ്, മാനിക്കൈൻ ചിത്രങ്ങൾ തുടങ്ങിയുമായി താരതമ്യം ചെയ്യുമ്പോൾ മാർത്തോമാ സ്ലീവ മാനിക്കൈൻ കുരിശാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് തെളിയിക്കാൻ കഴിയും. സാധാരണ വിശ്വാസികൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. മാനിക്കൈൻ കുരിശിന് മുകളിൽ തല കീഴായിട്ട് ഒരു പ്രാവുണ്ട്. പ്രാവിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. കോട്ടയത്തെ കുരിശിലുണ്ട്, മുട്ടിച്ചിറയിലേതിനും ഇല്ല. അനുരാധപുരത്തെ കുരിശിനും അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. അപ്പോൾ എങ്ങനെ പറയും ഇത് പ്രാവാണെന്ന്? ചില കുരിശുകളിൽ വളരെ വ്യക്തമായി പ്രാവുണ്ട്. പ്രാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പാരക്ലേത്ത മാനിയാണ്. ഇതാണ് ജീവൻ ഫിലിപ്പിന്റെ വാക്കുകൾ. ഈ ജീവൻ ഫിലിപ്പിന്റെ ഈ ആരോപണം ആദ്യത്തേതാണോ? 1992 PK മാത്യുവിന്റെ മൂന്നാമത്തെ ആരോപണം ഇങ്ങനെയാണ്: കുരിശന്റെ മുകളിലുള്ള പ്രാവ് സാക്ഷാൽ മാനി തന്നെയാണ്. PK മാത്യുവിന്റെ ലേഖനം നിങ്ങൾക്ക് വേണമെങ്കിൽ അസീസി മാസികയിലെ മെയ് മാസം 1991, 92 92 പേജ് 26. 1991 PK മാത്യു അദ്ദേഹത്തിന് മൂന്നാമത്തെ ആരോപണം എങ്ങനെയാണ്? പല ആരോപണങ്ങളിൽ അതേക്കുറിച്ച് വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരിക്കൽ കൂടി ഞാൻ ചെയ്യും. കുരിശന്റെ മുകളിലുള്ള പ്രാവ് സാക്ഷാൽ മാനി തന്നെയാണ്. PK മാത്യുവിന്റെ ലേഖനം അസീസി മാസികയിലെ 1991 മെയ് മാസം പേജ് 26. അദ്ദേഹം തുടരാണ്. PK മാത്യു: സുവിശേഷത്തിൽ പ്രാവരൂപം പരിശുദ്ധാത്മാവിന്റെ പ്രാവരൂപമായി മാനി അംഗീകരിച്ചത് കൊണ്ട് മാനിക്കായ മതസ്ഥർ മാനിയെ പ്രാവിന്റെ രൂപത്തിൽ ആരാധിച്ചിരുന്നു. ഈശോ വാഗ്ദാനം ചെയ്ത പാറക്ലേത്ത താനാണെന്ന് മാനി അവകാശപ്പെട്ടിട്ടുണ്ട്, മാനിക്കേശത്തിന്റെ മാനി. പിന്നീട് ഇസ്ലാമിലെ ചിലര് മുഹമ്മദാണ് പാറക്ലേത്ത എന്ന് അവകാശപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ. എന്നാൽ എന്താണ് പാറക്ലേത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഒരിക്കലും ഈ മാനിക്കേശത്തിന്റെ മാനി പറഞ്ഞിട്ടില്ല, ഒരിക്കലും വ്യക്തമാക്കിയിട്ടില്ല. താൻ പാറക്ലേത്ത മാനിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് മാനി ഒരിക്കലും വ്യക്തമാക്കിയിട്ടില്ല. അതിനേക്കാൾ രസകരമായ സംഗതിയുണ്ട്. മാനിയുടെ അടയാളമാണ്, മാനിക്കേശത്തിലെ മാനിയുടെ അടയാളമാണ് പ്രാവെന്ന് അയാളോ അയാളുടെ അനുയായികളോ ഏതെങ്കിലും സമയത്ത് അവകാശപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ ആവർത്തിക്കുക, മാനിക്കേശത്തിലെ മാനിയുടെ അടയാളമാണ് പ്രാവ് എന്ന് അയാളോ അയാളുടെ അനുയായികളോ ഒരിക്കലെങ്കിലും എവിടെയെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു തെളിവ് ഹാജരാക്കൂ. ഇല്ല, തെളിവുകളില്ല. കേരളത്തിലെ 2 മത്തായിമാരാണ് ആദ്യം ഇത് ഉണ്ടാക്കുന്നത് തന്നെ. 1970കളില് PV മാത്യുവും 1990കളില് PK മാത്യുവും. ഇപ്പൊ ഒരു അലസിപ്പോയ ജീവൻ ഫിലിപ്പും. പരിശുദ്ധ റൂഹായുടെ അടയാളമാണ് പ്രാവെന്ന് ക്രിസ്ത്യാനികളെ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്.
അത് മാനിക്കേസം വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. പ്രാവുള്ളതെല്ലാം മാനിക്കായനാണെങ്കിൽ പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളും മാനിയാണെന്ന് മാനിക്കായനാണെന്ന് പറയേണ്ടി വരുമല്ലോ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ, നിങ്ങളുടെ കയ്യിൽ പുതിയ നിയമമില്ലേ? അതിൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വരുന്നതായിട്ടല്ലേ എഴുതിയിരിക്കുന്നത് 4 സുവിശേഷങ്ങളും. അപ്പൊ 4 സുവിശേഷങ്ങളും മാനിക്കായനാണോ? മത്തായി 3:13-19, മർക്കോസ് 1:9-11, ലൂക്ക 3:21-22, യോഹന്നാൻ 32-33, 35 വരെയും പോവാം, 34 വരെയും പോവാം. പരിശുദ്ധ റൂഹായി പ്രാവായിട്ട് സുവിശേഷങ്ങളാണ് പറയണേ, അല്ലാണ്ട് മാനിക്കായനല്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ കലകളിലെല്ലാം പ്രാവിന്റെ രൂപത്തിൽ പ്രാവിനെ ചിത്രീകരിച്ചിരുന്നു. ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മ ശക്തിയാലാണ് ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് സ്ലീവായുടെ മുകളിൽ പരിശുദ്ധ റൂഹായുടെ പ്രതീകമായി പ്രാവിനെ ചിത്രീകരിച്ചു വന്നു. ഈ വിശുദ്ധ പാരമ്പര്യം മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ മാത്രമുള്ളതല്ല, പാശ്ചാത്യ സഭയിലുണ്ട്. ചില ഉദാഹരണങ്ങൾ കാണണോ? മാർപ്പാപ്പയുടെ ബദ്രാസൻ ദേവാലയം ഏതാണെന്ന് അറിയോ? ജീവൻ ഫിലിപ്പേ കത്തീഡ്രല് സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്ക. ആ പള്ളിയുടെ മതബകയുടെ പ്രധാന ഭാഗത്ത് വെച്ചിരിക്കുന്ന കുരിശിന് മുകളില് പ്രാവിന്റെ രൂപമുണ്ട്. മാർത്തോമാസ് ലീവായുടെ മുകളിലുള്ള പ്രാവില് മാനിക്കേശം കാണുന്നവര് മാർപ്പാപ്പയിലും മാർപ്പാപ്പയുടെ ബദ്രാസന ദേവാലയത്തിലും മാനിക്കേശം കാണാൻ മുതിരുമോ? മാർപ്പാപ്പ മാനിക്കനായത് കൊണ്ടാണ് തങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കാത്തതെന്ന് വിമത വൈദികർക്ക് വാദിക്കാനും കഴിഞ്ഞേക്കാം. എത്ര പരിതാപകരമാണ് ഈ വിമത വൈദികരുടെ അവസ്ഥ എന്നേ പറയാനുള്ളൂ. ഇറ്റലിയിലെ മിലാനിലെ ചില പള്ളികളിലെ കുരിശിന് മുകളിൽ പ്രാവിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഉദാഹരണം, ഇറ്റലിയിലെ പിയാച്ചൻസോ ബസിലിക്ക ദേവാലയത്തിൽ സ്ലീവായുടെ മുകളിൽ പ്രാവിന്റെ രൂപം കാണാം. ഇറ്റലിയിലെ റാവന്റെ പള്ളിയിലെ കുരിശിന് മുകളിലും പ്രാവിന്റെ രൂപം ആലേഖനം ചെയ്തിട്ടുണ്ട്. വേൾഡ് ഹെറിറ്റേജ് പട്ടികയില് റാവന്നയിലെ പള്ളിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ യുനെസ്കോ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: റാവന്ന ബസിലിക്കയുടെ ഉള്ളും പുറവും 5-6 നൂറ്റാണ്ടുകളിലെ പാശ്ചാത്യ പൗരത്യ സ്വഭാവ വിശേഷതകളുടെ സമ്മിശ്രമാണ്. ഇത് യുനെസ്കോയുടെ അഭിപ്രായം പറയണേ. ലോകത്തുള്ള സകല ക്രൈസ്തവ സഭകളും എല്ലാ കാലത്തും പ്രാവിനെ പരിശുദ്ധ റൂഹായുടെ പ്രതീകമായിട്ട് മനസ്സിലാക്കിയത്, ചിത്രീകരിച്ചത്. സാർവത്രികമായി ക്രിസ്തീയ കലകളിൽ പ്രാവ് ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നു. എന്നിട്ടും സത്യദീപം വാരികയിലെ ബെൻ തോമസ് എന്ന് പറയുന്ന എറണാകുളത്തുകാരൻ ഇങ്ങനെ എഴുതി: ആഹാരം കഴിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യുന്ന അല്പപ്രാണിയായ പ്രാവ് സർവശക്തനായ പരിശുദ്ധാത്മാവിനെ പ്രതീകവൽക്കരിക്കാൻ തീർത്തും ഉചിതമല്ല. ആഹാരം കഴിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യുന്ന അല്പപ്രാണിയായ പ്രാവ് സർവശക്തനായ പരിശുദ്ധാത്മാവിനെ പ്രതീകവൽക്കരിക്കാൻ തീർത്തും ഉചിതമല്ല. ക്രിസ്ത്യാനികളുടെ വേദപുസ്തകത്തെ പോലും അവഹേളിക്കുന്ന ഇക്കൂട്ടരെ നിയന്ത്രിക്കാൻ സുറിയാനി സഭാ നേതൃത്വത്തിന് കഴിയാത്തത് വലിയ ദുരന്തമാണ്. ബെൻ തോമസിന്റെ എഴുത്തിനോട് പ്രതികരിച്ചുകൊണ്ട് തോമസ് മണ്ണൂരമ്പറമ്പിലച്ചൻ എഴുതിയ കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അദ്ദേഹം പറയാണ്: ആഹാരം കഴിക്കുകയും വിസർജിക്കുകയും ചെയ്യുന്ന ബലഹീന മനുഷ്യനായി മിശിഹ തമ്പുരാൻ വന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് അവര് എറണാകുളം സത്യദീപം, എറണാകുളം വിമത വൈദികര് പറയാതിരുന്നാൽ ഭാഗ്യം. ആഹാരം കഴിക്കുകയും വിസർജിക്കുകയും ചെയ്യുന്ന ബലഹീന മനുഷ്യനായി മിശിഹ തമ്പുരാൻ വന്നതിനെ ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികര് അംഗീകരിക്കുന്നില്ല. കഷ്ടം. ജീവൻ ഫിലിപ്പിന്റെ വാക്കുകൾ: കുരിശ് മാനിക്കേരുടെ സിമ്പിളാണ്, പ്രതീകമാണ്. അതിന് പല തെളിവുകളും സെൻട്രൽ ഏഷ്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സിയാൻജി ടെമ്പിളിൽ, ജപ്പാനിലെ, ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു ചുമർ ചിത്രത്തിൽ മാന് തന്നെ താമരയുടെ ഉള്ളിൽ കുരിശിനെ ആരാധിക്കുന്ന ബുദ്ധനെ താമരയിൽ വെച്ചിരിക്കുന്ന പോലെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് പേർഷ്യൻ കുരിശിലുള്ളത് താമരയല്ല. അത് സസാനിയൻ സാമ്രാജ്യത്തിലെ സ്പ്രെഡ് വിങ്ങുകളാണ്, അല്ലെങ്കിൽ ഫ്ലൈ വിങ്ങുകളാണ്, പറക്കാൻ പോകുന്ന ഇങ്ങനെ ചിറകുകൾ. ആ ചിഹ്നത്തെ സസാനിയൻ രാജ്യത്തുള്ള കടമ വെച്ചുകൊണ്ട് ഉൾച്ചേർത്ത് ഉണ്ടാക്കിയതാണ് ഈ കുരിശ്. മൈലാപ്പൂരിൽ നിന്ന് കുരിശ് കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് പേർഷ്യയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ഒരു വിഭാഗത്തിന്റെ കുരിശാണ്. അത് ശരിയാണ്. അത് പോർച്ചുഗീസുകാർ ക്രിസ്ത്യാനികളാണെന്ന് വരുത്തി തീർത്തപ്പോൾ നാം പുതിയ വ്യാഖ്യാനം കൊടുക്കുകയാണ് ഉണ്ടായത്. താമരയിൽ വളരുന്ന കുരിശാണെന്ന്.
താമര ഉണ്ടാകുന്നത് തന്നെ നെസ്റ്റോറിയൻ മതം ചൈനയിൽ വന്നപ്പോൾ മതസങ്കലനത്തിൽ നിന്ന് സിംഗട്ടിസം ഉണ്ടായതാണ്. അതുവരെയും പേർഷ്യൻ സാമ്രാജ്യത്തിൽ താമരയിലിരിക്കുന്ന കുരിശില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന കുരിശുകൾ മുഴുവൻ ഫ്ലൈവിംഗിലിരിക്കുന്ന കുരിശാണ്. പേർഷ്യക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലൈവിംഗിലെ കുരിശാണ് ഉണ്ടാകുന്നത്, താമരയിലെ കുരിശല്ല. ജീവൻ ഫിലിപ്പിനോടും എറണാകുളം അങ്കമാലി വിമത വൈദികരോടും ഒരു ചോദ്യം. നിങ്ങൾ മദ്രാസിൽ പോയിട്ടുണ്ടോ? ചെന്നൈ എന്ന് പറയും ഇപ്പോൾ. മദ്രാസിൽ പോയിട്ടുണ്ടോ? അവിടെ മദ്രാസിലെ ഈ ആർക്കിയോളജി വിഭാഗത്തിൽ, മ്യൂസിയത്തില് ആർക്കിയോളജി വിഭാഗത്തില് ബുദ്ധമത ശില്പകലയുടെ ഒരു ശേഖരം തന്നെയുണ്ട്. അവിടെ നിന്നെടുത്ത ഏതാനും ചിത്രങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അവിടെ ചിത്രങ്ങൾ കാണാം. താമരപ്പൂവിന്റെ മുകളില് ബുദ്ധൻ ഇരിക്കുന്ന ചിത്രമാണ് ഒന്ന്. ക്രിസ്തുവർഷം 2-ാം ശതകത്തിലേതാണ് ഈ ശില്പം. ചെന്നൈയിലെ മദ്രാസിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാർത്തോമാ സ്ലീവായുടെ താഴെയുള്ള ഭാഗവുമായി അത്യസാധാരണമായ സാമ്യമുണ്ട് ഈ ബുദ്ധൻ ഇരിക്കുന്ന താമരയിലേക്ക്. മദ്രാസിലെ മ്യൂസിയത്തിൽ അത് ഉണ്ട്. അവിടെ ഞാനൊരു പുസ്തകം തയ്യാറാക്കുന്നുണ്ട്, പൊതുജനാരക്ഷ നിങ്ങൾക്ക് കിട്ടും. അതിൽ ഇതിന്റെ കംപ്ലീറ്റ് ചിത്രം അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തെളിവുകൾ വേണമെങ്കിൽ. എറണാകുളം അങ്കമാലി അതിരൂപതയിലും മൊത്തം അത് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ ഞാൻ തയ്യാറുമാണ്. ഈ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ചിത്രങ്ങൾ ഈ ചെന്നൈയിലെ മ്യൂസിയത്തില് കമാനമുണ്ട് ചിത്രങ്ങളിൽ. മാർത്തോമാ സ്ലീവയുടെ ഇരു സ്തംഭങ്ങളിലും ഉള്ളതുപോലെയുള്ള കമാനം. ബുദ്ധമതത്തിന്റെ ശില്പകലയോട് വളരെ സാമ്യമുള്ളതാണ് മാർത്തോമാ സ്ലീവയിലെ കല എന്നർത്ഥം. ബുദ്ധൻ ഇരിക്കുന്നത് ഈ മാർത്തോമാ സ്ലീവ ഉണ്ടല്ലോ, അതിന് മുകളിൽ ഒരു കമാനമില്ലേ, അതേ രീതിയിലാണ്. 2-ാം നൂറ്റാണ്ടിലേതാണ് ശില്പമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. കോട്ടയം വലിയ പള്ളിയിലെ സ്ലീവായുടെ കമാനവുമായിട്ട് വളരെ അതിശയകരമായ സാമ്യമുണ്ട് മറ്റൊരു ബുദ്ധ ശില്പത്തിന് മദ്രാസിലെ മ്യൂസിയത്തില്. അതും 2-ാം നൂറ്റാണ്ടിലെയാണ്. കോട്ടയത്തെ ഈ മാർത്തോമാ സ്ലീവ 2 തൂണുകളുടെ നടുവിലാണ്. അവിടെ അങ്ങനെ തന്നെയാണ്. മുകളിലെ കമാനത്തിന് നടുവിൽ മറ്റൊരു ചെറിയ സ്ലീവയുണ്ട്. അതുപോലെ തന്നെ ഈ ബുദ്ധന്റെ ശില്പത്തിലും കാണാം. മാർത്തോമാ സ്ലീവയിലെ ശില്പകലയിൽ ബുദ്ധമതകലയുടെ സ്വാധീനമുണ്ടെന്ന് തെളിയിക്കുകയാണിത്. അല്ലാണ്ട് ജീവൻ ഫിലിപ്പ് പറയുന്ന പോലെ പേർഷ്യയിലെ സസാനിയൻ സാമ്രാജ്യത്തിലെ ഫ്ലൈവിംഗ് ഒന്നും അല്ലത്, പറക്കുന്ന ചിറക് അതൊന്നും അല്ല ഇത്. മദ്രാസ് മ്യൂസിയത്തിലെ ശില്പങ്ങൾ ക്രിസ്തുവർഷം 2-ാം നൂറ്റാണ്ടിലേതാണെന്ന് പറഞ്ഞല്ലോ. 3-ാം നൂറ്റാണ്ടിലാണ് മാനിക്കേസം ഉടലെടുക്കുന്നത്. 3-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത മാനിക്കേസത്തിന് സ്വാധീനത്തിലാണ് 2-ാം നൂറ്റാണ്ടിലെ ബുദ്ധമത ശില്പകല ഉണ്ടായതെന്ന് ജീവൻ ഫിലിപ്പും മാത്യുവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദ്യർ അവകാശപ്പെടുവോ? ബുദ്ധമതത്തിലും ഹിന്ദുമതത്തിലും ഉപയോഗിച്ച കലകളോട് സാമ്യമുള്ളതാണ് പാലബി ലിഖിതം രേഖപ്പെടുത്തിയിരിക്കുന്ന മാർത്തോമാ സ്ലീവയുടെ മുകളിൽ ആർച്ചും കമാനും ഒക്കെ, തൂണുകളും താമരയിലും ഒക്കെ. 7-ാം നൂറ്റാണ്ടിൽ കരുതപ്പെടുന്ന എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തിലും മഹാബലിപുരത്തെ കൽക്ഷേത്രങ്ങളിലും കാഞ്ചീപുരത്തെ കൈലാസനാഥ ക്ഷേത്രത്തിലും 8-ാം നൂറ്റാണ്ടിലെ ഇത്തരം മാതൃകകൾ കാണാം. ഇതൊന്നുമില്ലാതെ ഈ പേർഷ്യയിലെ സസാനിത് സാമ്രാജ്യത്തിന്റെ ഫ്ലൈവിംഗ് ആണെന്നും പറഞ്ഞിട്ട് ജീവൻ ഫിലിപ്പ് വരുന്നു. പിന്നെ പറഞ്ഞ 2 ക്ഷേത്രങ്ങളുണ്ടല്ലോ ചൈനയിലും ജപ്പാനിലെയും. അത് ഏത് വർഷത്തെന്നറിയോ? 10, 12, 15 നൂറ്റാണ്ടുകളിലെ. നമ്മൾ സംസാരിക്കുന്നതോ 7-ാം നൂറ്റാണ്ടിലെ, അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിലെ, അല്ലെങ്കിൽ അതിനു മുമ്പത്തെ. ചൈനയിലെ മാനിക്കേസമാണ് ജീവൻ ഫിലിപ്പിന്റെ അടിസ്ഥാനം. അതുണ്ടായത് 10, 12, 14 നൂറ്റാണ്ടുകളിലാണ്. അതായത് ഇന്ത്യയിലെ മാർത്തോമാ സ്ലീവ 650 കാലയളവിലാണ്, 7-ാം നൂറ്റാണ്ടിൽ. അത് കഴിഞ്ഞ് 5 നൂറ്റാണ്ടോ 4 നൂറ്റാണ്ടോ കഴിഞ്ഞിട്ടാണ് ചൈനയിലെ മാനിക്കേയിസം. എങ്ങനെയുണ്ട് ഈ ജീവൻ ഫിലിപ്പിന്റെ കാലം പുറകോട്ട പോണെന്ന് തോന്നുന്നു. ഞാൻ ആവർത്തിക്കുകയാണ്, 1971 ആദ്യമായി മാർത്തോമാ സ്ലീവ മാനിക്കയനാണെന്ന് PV മാത്യു ആരോപണം ഉന്നയിച്ചത് ആദ്യമായിട്ട്. ലിറ്ററേച്ചറുടെ വീണ്ടെടുക്കൽ നടക്കുന്ന കാലയളവാണത്. 1959 റോമിൽ നിന്ന് മാർത്തോമാ സ്ലീവ വേണം സുറിയാനി കത്തോലിക്കരുടെ പള്ളികളിൽ കാപ്പയിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനെ എതിർക്കാൻ വേണ്ടി 1968 കർണൽ പാറേക്കാട്ടില് ഇന്ത്യൻ മാസം ഉണ്ടാക്കി. അതിനെ സാധൂകരിക്കാൻ വേണ്ടി PV മാത്യു 1971 മാർത്തോമാ സ്ലീവ മാനിക്കാനാണെന്ന് ആരോപിച്ചു. നിങ്ങൾ അതിന്റെ ആ ചരിത്രം നോക്കണം.
1959 റോമിൽ നിന്ന് അച്ചടിച്ച് തന്ന ഓർദോയിൽ കാപ്പയിലും ബലിപീഠത്തിലും ബേമയിലും മാർ തോമസ് ലീവ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിനെ എതിർക്കാൻ വേണ്ടി 1968 കർദിനാൾ പാറേക്കാട്ടിൽ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാണ് ഈ ഭാരതീയ കുർബാന. അതിനെ പിന്താങ്ങാനായിട്ട് PV മാത്യു 1971 മാർ തോമസ് ലീവ മാനിക്കായനാണെന്ന് പ്രചരിപ്പിച്ചു. നടന്നില്ല. പിന്നെന്തുണ്ടായത്? 1986 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ വന്ന് മാർ തോമസ് ലീവയുള്ള കാപ്പയിട്ട് കുർബാന അർപ്പിച്ച് ഈ വീണ്ടെടുക്കപ്പെട്ട ലിറ്റർജി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതിനു മുമ്പ് തന്നെ കർദിനാളിനോട് രാജിവെക്കാൻ പറഞ്ഞു. 84, 2 വർഷം മുമ്പ്. അപ്പൊ ഇവരുടെ പരിശ്രമങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോയി. പിന്നെ 89 മിക്കവാറും രൂപതകളിൽ, ഈ എറണാകുളം, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ അങ്ങനെ ചില രൂപതകൾ ഒഴികെ ബാക്കി എല്ലാ രൂപതകളിലും വീണ്ടെടുക്കപ്പെട്ട ലിറ്റർജി ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ 89 91 PK മാത്യു ഏറ്റുമാനൂര് മാർ തോമസ് ലീവ മാനിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നു, പ്രചരിപ്പിച്ചു. അസീസ മാസികയിൽ വന്നു, സത്യദീപത്തിൽ വന്നു. അപ്പോൾ 91 അപ്പോൾ എന്തുണ്ടായി? ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ 99 സീറോ മലബാർ സഭയിൽപ്പെട്ട സകല മെത്രാന്മാരും ഒന്നിച്ചൊറ്റ തീരുമാനമെടുത്തു ഏകീകൃത കുർബാന നടപ്പാക്കാനും അതിൽ മാർ തോമസ് ലീവ വയ്ക്കാനും. എങ്ങനെയുണ്ട് വിമത വൈദികരെ, ജീവൻ ഫിലിപ്പെ, അവതാരക? അപ്പോ എറണാകുളം, അങ്കമാലി അതിരൂപത ഒഴികെ ബാക്കി 34 രൂപതകളും അത് നടപ്പാക്കി. ഇപ്പൊ ജീവൻ ഫിലിപ്പിനെ കൂട്ടുപിടിച്ചിട്ട് സത്യദീപവും മേഘ ന്യൂസും അവതാരകരും വിമത വൈദികരും മാർ തോമസ് ലീവ മാനിക്കാനെന്ന് പറയുന്നു. എന്താ ഉണ്ടാകുക? ഏതാനും നാളുകൾക്കുള്ളിൽ എറണാകുളം, അങ്കമാലി അതിരൂപതയിലെ സകല കാപ്പകളിലും സകല ദേവാലയത്തിലും സകല അൾത്താരയിലും സകല ബേമയിലും മാർ തോമസ് ലീവ വരും. ഇത് നിങ്ങൾക്ക് എഴുതി വെക്കാം, ഞാൻ രക്തം കൊണ്ട് എഴുതി ഒപ്പിട്ട് തരാം, സത്യമാണെന്ന് തെളിയിക്കാൻ. വീണ്ടും ജീവൻ ഫിലിപ്പിന്റെ ആരോപണം. മാർ തോമസ് ലീവ വെച്ചിരിക്കുന്ന 2 സ്തംഭങ്ങളുടെ നടുവിലാണ്. ആ തൂണുകളുടെ മുകളിൽ 2 മകരജീവികളുണ്ട്. മകരജീവികളുടെ വായിൽ നിന്ന് ഒരു ബൾബ് പോലെ, ബോള് പോലെ മുകളിലേക്ക് ഉയർന്നു പോകുന്നവ ചിത്രീകരിച്ചിരിക്കുന്നു. മകര എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുന്നു. ജീവൻ ഫിലിപ്പിന്റെ വാക്കുകളാണ്. ഇരുട്ടിന്റെ ജീവികളാണ് മകര. ഏഷ്യ മുഴുവനിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്, പേർഷ്യയിലുമുണ്ട്, ചൈനയിലുമുണ്ട്. ഇരുട്ടിന്റെ ആത്മാക്കൾ അഥവാ ഇരുട്ടിന്റെ ജീവികളെ ഈ മകര പ്രതിനിധാനം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ തുടരുകയാണ്. മകര കടിച്ചു പിടിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ആത്മാവാണ്, നമ്മുടെ ആത്മാക്കളാണ്. ഇരുട്ടിന്റെ ശക്തിയിൽ അമർന്നിരിക്കുന്ന ആത്മാക്കളെ കുരിശന്റെ ശക്തിയിൽ മോചിപ്പിക്കുന്നു. ഇത് മാനിക്കയൻ ഓണ്ടോളജിയുടെ പ്രിൻസിപ്പിൾസ് ആണ്. മാനിക്കയൻ ഫിലോസഫി എന്ന് പറയുന്നത് ഈ ഡുവലിസമാണ്, അതായത് ദ്വൈതവാദം. ഇവിടെ അഖിലാണ്ടം മുഴുവൻ ഇരുട്ടിന്റെ ശക്തിയും വെളിച്ചത്തിന്റെ ശക്തിയുമായിട്ടുള്ള പോരാട്ടമാണ്. ഈ ശക്തിയിൽ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് ഈ ലോകത്ത്. മനുഷ്യന്റെ ആത്മാക്കൾ വെളിച്ചത്തിന്റെ ഭാഗവും മനുഷ്യന്റെ ശരീരം ഇരുട്ടിന്റെ ഭാഗവുമാണ്. ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമില്ല, ഇരുട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ധർമ്മം എന്ന് പറയുന്നത് ആത്മാക്കളെ സ്വതന്ത്രമാക്കി ദൈവത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. മകരകളുടെ വായിൽ നിന്ന് കുരിശന്റെ ശക്തിയാൽ രക്ഷ നേടുകയാണ്. അങ്ങനെയാണ് കുരിശ് മാനിക്കാശത്തിൽ ഉള്ളത്. തെളിവുകൾ ചൈനയിൽ നിന്നും ജപ്പാനിലെ സിയോഞ്ചി ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയത്, അതായത് അവിടെയുള്ള മാനിക്കായൻ ക്ഷേത്രങ്ങളിൽ നിന്ന്. ഇവയെല്ലാം പറയുന്നത് മാനിക്കായൻ കുരിശനെ ആരാധിച്ചിരുന്നുവെന്നാണ്. ജീവൻ ഫിലിപ്പിനോടുള്ള മറുപടി: തീർച്ചയായിട്ടും താങ്കൾ പറയുന്നത് പോലെ തിന്മയുടെ ലോകം, നന്മയുടെ ലോകം, ഇരുട്ടിന്റെ ലോകം, വെളിച്ചത്തിന്റെ ലോകം, ഇങ്ങനെ 2 ലോകങ്ങളെ കുറിച്ചുള്ള ദ്വൈതവാദമായിരുന്നു മാനിയുടേത്. അത് സമ്മതിക്കുന്നു. പക്ഷേ കുരിശനെ കുറിച്ച് ഒരു വാക്ക് പോലും മാനിയോ മാനിക്കേസുമോ മിണ്ടിയിട്ടില്ല. ദ്വൈതവാദമൊക്കെ ഉണ്ട്, ഇരുട്ടിന്റെ ഗ്രൂപ്പും വെളിച്ചത്തിന്റെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയെങ്കിലും മാനി കുരിശനെ കുറിച്ച് മിണ്ടിയിട്ടുണ്ടോ? മകരജീവികളിൽ നിന്ന് കുരിശന്റെ ശക്തിയിൽ മോചനം പ്രാപിക്കുമെന്ന് മാനി എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? എവിടെയെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? മാനി കുരിശിൽ മരിച്ചിട്ടുണ്ടോ? കാരാഗ്രഹത്തിൽ വെച്ചല്ലേ അദ്ദേഹം കൊല്ലപ്പെട്ടത്, അത് മർദ്ദനമേറ്റ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചത്തു കഴിഞ്ഞപ്പോൾ തല വെട്ടിയെടുത്ത് നഗര കവർത്ത് തൂക്കിയിട്ടു. തീർത്തും ദൈവവിരോധത്തിൽ നിന്നും സഭാവിരുദ്ധത്തിൽ നിന്നും ഉടലെടുത്ത ജീവൻ ഫിലിപ്പിന്റെ വിചിത്ര ഭാവന മാത്രമാണിത്. ഒരു തെളിവുകളും രേഖകളും ഹാജരാക്കാത്ത വെറും ജൽപ്പനങ്ങൾ. ഇനി ജീവൻ ഫിലിപ്പ് പറയുന്ന ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നുള്ള ആ തെളിവുകളുണ്ടല്ലോ, അത് ഞാൻ നേരത്തെ പറഞ്ഞതാ 12, 10, 12, 15 നൂറ്റാണ്ടുകളിലെയാണ്.
നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കോ. അപ്പൊ അവർ പറയും ഇത് 14-ാം നൂറ്റാണ്ടാണ്, ഇത് 15-ാം നൂറ്റാണ്ടാണ്. മൈലാപ്പൂരിൽ മാർത്തോമാ സ്ലീവയോ 7-ാം നൂറ്റാണ്ടിലെ. ഈ ജീവൻ ഫിലിപ്പിന്റെ കലണ്ടർ പുറകോട്ടാ പോണേ, 15-ാം നൂറ്റാണ്ടിൽ നിന്ന് 7-ാം നൂറ്റാണ്ടിലേക്ക് പോണേ. നിങ്ങൾ മാനിക്കൈൻ പെയിന്റിംഗ് ഓഫ് ബുദ്ധ ജീസസ് എന്ന് അടിച്ചു നോക്കൂ ഗൂഗിളില്. അപ്പൊ കാണാം ഈ ജീവൻ ഫിലിപ്പ് പറയുന്ന തെളിവുകൾ. ജീവൻ ഫിലിപ്പ് തന്നെ പറയുന്നു മകരജീവികൾ എന്ന് പറയുന്ന ഈ ഇരുട്ടിന്റെ ശക്തികൾ എന്ന് പറയുന്നത് ഏഷ്യയിലും ഇന്ത്യയിലും ഒക്കെയുള്ള സങ്കല്പമാണ്. അപ്പൊ ഇത് പേർഷ്യയിലും മാനിക്കേസം കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ ഇങ്ങോട്ട്? വാസ്തവത്തിൽ മകര എന്ന് പറയുന്ന ജീവസങ്കല്പമൊക്കെ ഇന്ത്യയിലുണ്ട്. അതിനെ അതായത് സാത്താന്റെ ശക്തിയെ കുരിച്ച് ജയിക്കുന്നു എന്നുള്ളത് ക്രൈസ്തവ സങ്കല്പമാണ്, അല്ലാണ്ട് മാനിയുടെ സങ്കല്പമല്ല. മാനി കുരിച്ചിനെ കുറിച്ച് മിണ്ടിയിട്ടുമില്ല, മാനി കുരിച്ചിൽ മരിച്ചിട്ടുമില്ല. ജീവൻ ഫിലിപ്പ് ഇവയൊക്കെ കൂടാതെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഒരു സ്ക്രോള്, മാനിക്കയൻ സ്ക്രോള്, അതിൽ പ്രാർത്ഥനയുണ്ട്. മാനിക്കയൻ യേശുവിനോട് മകരകളിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ പാഗലവി കുരിശിൽ പ്രതിദാനം ചെയ്യുന്നത്. ലിഖിതത്തിന്റെ റീഡിങ്, ഓണ്ടോളജിക്കൽ പ്രിൻസിപ്പിൾസ്, അതിൽ സിംബിളൈസേഷൻ, ഇവയെല്ലാം ഒത്തുചേർന്ന് അനലൈസ് ചെയ്യുമ്പോൾ പാഗലവി കുരിശ് മാനിക്കയൻ കുരിശാണ്. ഇതാണ് ജീവൻ ഫിലിപ്പിന്റെ ആർഗ്യുമെന്റ്. ജീവൻ ഫിലിപ്പെ, താങ്കൾ പറയുന്ന അപഗ്രഥനത്തിലെ 3 കാര്യങ്ങളും ചോദ്യം ചെയ്യുമ്പോഴത്തെ കാര്യമല്ലേ? ഒന്ന്, റീഡിങ്. ഇതുവരെയും ഈ പാഗലവി റീഡിങ്ങിനെ കുറിച്ച് ഒരു ഏകകണ്ഠമായ നിലപാടുണ്ടോ? ഇല്ല. താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഏകദേശം 17 തരത്തിൽ വായിച്ചെടുത്തിട്ടുണ്ടെന്ന്. ഓരോരുത്തരും ഗ്രൂപ്പിന്റെ താല്പര്യം അനുസരിച്ചാണ് വായിച്ചെടുത്തിട്ടുണ്ടെന്നും താങ്കൾ പറയുന്നു. അപ്പോൾ അത് ഒരു ശാസ്ത്രീയ തെളിവാണോ? റീഡിങ്, നിങ്ങൾ പറഞ്ഞ റീഡിങ്. 2, താങ്കൾ പറയുന്ന പോലെ ചൈനയിലെ മാനിക്കേശത്തിന്റെ ഒരു സ്ക്രോള് ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട്. പക്ഷെ അത് 10-ാം നൂറ്റാണ്ടിലെ ചൈനയിലെത്തിയ മാനിക്കേശത്തിന്റെ സ്ക്രോളല്ലേ? 10-ാം നൂറ്റാണ്ടിലേത്. അതിലെ പ്രാർത്ഥന ബുദ്ധ ഈശോ എന്ന് പറഞ്ഞ ആളോടാണ്, നസ്രത്തിൽ ഈശോ അല്ലല്ലോ. ഞങ്ങൾ മാർത്തോമാ സ്ലീവായിൽ കാണുന്നത്, ഞങ്ങൾ വിശ്വാസികളെ കാണുന്നത് നസ്രത്തിൽ ജീവിക്കുകയും യെരൂസലേമിൽ മരിക്കുകയും ഉയർക്കുകയും ചെയ്ത ഈശോയാണ്, രക്ഷകനായ ഈശോ. 3, നന്മ തിന്മ എന്ന ദ്വൈതവാദം മാർത്തോമാ സ്ലീവായിൽ ഉണ്ടെന്ന് അങ്ങ് പറയുന്നത് ചില സ്ലീവകളിൽ മകരയുടെ സാന്നിധ്യമുണ്ട് എന്നതുകൊണ്ടല്ലേ? മകരജീവികൾ മാനിക്കേസിൽ മാത്രമല്ല ഏഷ്യയിലെങ്ങും ഉണ്ടായിരുന്നുവെന്നും താങ്കൾ പറയുന്നു. അപ്പോൾ മാനിക്കേശത്തിന്റെ തന്നെ ഭാഗമാണ് മകരജീവികൾ എന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഇതിൽ വല്ല യുക്തിയുണ്ടോ? ഇവയ്ക്കെല്ലാം ഉപരിയായിട്ട് ഒരു വലിയ ചോദ്യം, കുരിശോ പ്രാവോ മാനിക്കേസിൽ ഉള്ളതായി മാനിയോ മാനിക്കേസമോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചൈനയിലെ മാനിക്കേസും ജപ്പാനിലെ മാനിക്കേസും കൊണ്ടുവരേണ്ടത് അത് 10, 12, 15 നൂറ്റാണ്ടുകളില്ല. നമ്മൾ പറഞ്ഞ മാനിക്കേസം 3-ാം നൂറ്റാണ്ടില്ല. ആ മാനിക്കേസം എപ്പോഴെങ്കിലും കുരിശനെ കുറിച്ചോ പ്രാവിനെ കുറിച്ചോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജീവൻ ഫിലിപ്പിന് അത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരാൾക്കും കഴിയില്ല, കാരണം അങ്ങനെ രേഖകളില്ല. അപ്പോൾ മാർത്തോമാ സ്ലീവായും അതിലെ കുരിശും അതിലത്തെ പ്രാവും മാനിക്കാനാണെന്ന് ജീവൻ ഫിലിപ്പിന് എങ്ങനെ തിട്ടപ്പെടുത്താൻ കഴിയും? വീണ്ടും ജീവൻ ഫിലിപ്പിന്റെ വാക്കുകൾ. ഗവേഷകർ 3 പ്രാവശ്യം മൈലാപ്പൂരിൽ എക്സ്കവേഷൻ നടത്തി. സെൻട്രൽ ഏഷ്യയിൽ നിന്നോ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്നോ കിട്ടാത്ത ഒരു കുരിശ് പോലും, ഒരു സ്പ്ലേഡാം കുരിശ്, സ്പ്ലേഡാം എന്ന് പറഞ്ഞാൽ നെസ്റ്റോറിയൻ കുരിശ്, ഇങ്ങനെ വിടർന്നു പോകുന്ന സ്പ്ലേഡാം, നെസ്റ്റോറിയൻ കുരിശ്, അതായത് നെസ്റ്റോറിയന്മാരുടെ ഐഡന്റിറ്റി ക്രോസ്, നടുവിലെ ഒന്നിച്ചിരിക്കുന്നു, സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വികസിച്ച് വരുന്ന കുരിശ് കിട്ടിയിട്ടില്ല. അത് സെന്റ് തോമസിന്റെ കബറിടമായിരുന്നെങ്കിൽ മൈലാപ്പൂരിലേത്, അല്ലെങ്കിൽ അത് ക്രിസ്ത്യാനികളായിരുന്നുവെങ്കിൽ, അവിടെ ഒരു സെമിനാരിയും ഒരു ചർച്ചും ഉണ്ടായിരുന്നുവെന്ന് നാം അവകാശപ്പെടുന്നെങ്കിൽ, പുരാവസ്തു സാധനങ്ങളൊന്നും, ഒരു മർഹബ്സ, ഒരു ധൂപക്കുറ്റി, ഒരു തബലൈത്ത, ഒരു കാസ, ഒരു പീലാസ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ചരിത്രം പഠിക്കേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ജീവൻ ഫിലിപ്പിന്റെ വാക്കുകൾ ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും ചരിത്രം പഠിക്കേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. താങ്കൾ ചെയ്യാത്തതും അത് തന്നെയാണ്. കാരണം താങ്കളുടെ പുസ്തകത്തിന്റെ പേരെന്താണ്? അൺമാസ്കിംഗ് ദ സിറിയാക്സ്, ദ ഹിഡൻ ഒറിജിൻ ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റി, ആൻ ആർക്കിയോ ലിംഗ്വിസ്റ്റിക് അപ്രോച്ച്. അതാണ് താങ്കളുടെ പുസ്തകം. അതിൽ താങ്കൾ തന്നെ എന്താണ് എഴുതിയിരിക്കുന്നത്? 25-ാമത്തെ പുറത്തിൽ ഇംഗ്ലീഷുണ്ട് മലയാളമുണ്ട്. ഞാൻ അതിന് മലയാളം വായിക്കാം. മലയാളം താങ്കൾ എഴുതിയിട്ടില്ല, താങ്കൾ ഇംഗ്ലീഷ് എഴുതിയത് ഞാൻ മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ക്രിസ്തുധർമ്മത്തിന്റെ പൗരാണിക സാന്നിധ്യത്തെ തെളിയിക്കാനായി ബൈബിളിന് പുറമേയോ
എഴുതപ്പെട്ട സംഗതികൾക്ക് പരമമായ പ്രാധാന്യം കൊടുത്ത് എഴുതുന്ന സഭാചരിത്ര രചനയുടെ സാധാരണ രീതിയല്ല ഈ പുസ്തകം പിന്തുടരുന്നത്. ക്രിസ്തുധർമ്മം ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ എന്നത് പുരാവസ്തു തെളിവുകൾ അടിസ്ഥാനത്തിൽ തെളിയിക്കുക എന്ന അസാധാരണ പാതയാണ് ഈ പുസ്തകം സ്വീകരിക്കുന്നത്. തെക്കേ ഇന്ത്യയും ശ്രീലങ്കയും ഉൾപ്പെടുന്ന പഴയ തമിഴകത്തെ പാഹ്ലവി കുരിശുകളാണ് ആ പുരാവസ്തു തെളിവുകൾ. അവ പരിശോധിച്ചതിനു ശേഷം കൊട്ടിക്കൊട്ടിക്കപ്പെട്ട ഇന്ത്യൻ ക്രിസ്തുധർമ്മത്തിന്റെ കാൽപാദങ്ങളിൽ പുറകോട്ട് നടക്കുകയാണ്. പാഹ്ലവി കുരിശുകൾ, വിശേഷിച്ച് സെന്റ് തോമസ് മണ്ടൂരിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട കുരിശ് 1547 മൈലാപ്പൂരിൽ നിന്ന് പോർച്ചുഗീസർ കണ്ടെടുത്തതിനു ശേഷം ഇന്ത്യയിലെ പൗരാണിക ക്രിസ്തുധർമ്മത്തിന്റെ ഏറ്റവും വലിയ തെളിവായി ചിത്രീകരിക്കപ്പെടുകയായിരുന്നു. ഇതാണ് ജീവൻ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ജീവൻ ഫിലിപ്പിനോടും എറണാകുളം അങ്കമാലി അതിരൂർ മെത്രാന്മാരോടും വിമത വൈദികരോടും എനിക്കൊരു ചോദ്യം. ഒന്ന്, രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്ന് ഒരു ശിലാലിഖിതം കണ്ടെടുക്കപ്പെട്ടു. അത് എഴുതപ്പെട്ടത് ക്രിസ്തുവർഷം 1060 തോമസ് ലീഗ നദാട്ടികം ബുദ്ധിയായി ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ടതിനെ കുറിച്ചുള്ളതാണ് ആ ലിഖിതം. ആ ശിലാലിഖിതം സംഗായ് വാർദ്ധക രാജാവിന്റെ കാലത്ത് മരിയൻ തീർത്ഥകേന്ദ്രം പുതുക്കിപ്പണിതപ്പോഴാണ് എഴുതപ്പെട്ടത്. 900 വർഷങ്ങൾക്ക് ശേഷം. അതായത് 9 നൂറ്റാണ്ടുകളായി അവിടെ ഒരു ക്രിസ്ത്യ സമുദായം ഉണ്ടായിരുന്നു. പക്ഷെ അത് റൂയിനായി. അപ്പൊ അത് പുതുക്കിപ്പണിതപ്പോൾ എഴുതിയതാണ് 1060. 4339 ആളുകൾ പങ്കെടുത്ത അതിന്റെ ദേവാലയ കൂതാശ കർമ്മത്തിന് അനുഗ്രഹം നേർന്നുകൊണ്ട് നിക്കോളസ് രണ്ടാമൻ മാർപ്പാപ്പ 1058, 1061 കാലയളവിൽ കത്തോലിക്ക സഭയെ ഭരിച്ചിരുന്ന മാർപ്പാപ്പ ഒരു തിരിച്ചെഴുപ്പ് അയച്ചു കൊടുത്തു. TS രാമലിംഗത്തിന്റെ പുസ്തകത്തിലെ ഹിസ്റ്ററി ഓഫ് യൂറോപ്പ് മധുരന്ന് പ്രസിദ്ധപ്പെടുത്തിയതാണ്. 1979 പ്രസിദ്ധപ്പെടുത്തിയതാണ്. അതിൽ പേജ് 118. ക്രിസ്തുവിന് മുമ്പ് അശോകന്റെ ശിലാലിഖിതങ്ങളോളം മൂല്യമുള്ളതാണ് ഇതെന്ന് ജോർജ് നെടുങ്ങാട്ടച്ചൻ ലൊസർബത്തറ റൊമാനോ എന്ന് പറയുന്ന വത്തിക്കാനിൽ നിന്നുള്ള കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മുഖപത്രത്തിൽ എഴുതിയിട്ടുണ്ട്. വേറെ രേഖകൾ എഴുതിയിട്ടുണ്ട്. അതായത് ശിലാലിഖിതം രാജസ്ഥാനിലെ ഉദയ്പൂർ അമ്പലത്തിന്റെ വാതിക്കലുള്ളത്. അതിൽ എഴുതി വെച്ചിരിക്കുകയാണ് 1060. അതായത് 900 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നദാട്ടികം ബുദ്ധിയായി തോമസ് വന്നിരുന്നു, പള്ളി പണിതിരുന്നു. ആ പള്ളിയുടെ പുതുക്കിപ്പണിയിലാണ് 1060 നടന്നത്. മധ്യപ്രദേശിലെ വിദിഷ ജില്ലയിലെ സിരോഞ്ച് എന്ന പ്രദേശത്ത് നിന്ന് 1321 ശവക്കല്ലറുകൾ മൂടിയിരുന്ന 3 കല്ലുകൾ കണ്ടെടുക്കപ്പെട്ടു. അവയിൽ കുരിശുകളുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. 1321 മധ്യപ്രദേശിലെ വിദിഷ ജില്ലയില് സിരോഞ്ച് സ്ഥലത്ത് ഈ ശവക്കല്ലറ മൂടിയിരുന്ന കല്ലറയിലെ കുരിശുകള് ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടായിരുന്നുവെന്നതിന്റെ പുരാവസ്തു തെളിവല്ലേ ഇത്? ജീവനെ പുരാവസ്തു തെളിവ്. ശിലാലിഖിതം, ഈ കല്ലറകൾ മൂടുന്ന കല്ല്, ഇതൊന്നും പുരാവസ്തു അല്ലേ? 3, ഖരൈക്കാലിന്റെ മുമ്പത്തെ ഗവർണർ 1852, 1862 കാലയളവില് അദ്ദേഹം പുരാവസ്തു ഗവേഷകനാണ്. അദ്ദേഹത്തിന്റെ പേര് ബെയ്റൻ ടെക്സ്റ്റോർ ദെ റാവിസി. 1899 ഒക്ടോബർ 13 റോമായിൽ വെച്ച് നടന്ന 12ാമത് ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് ഓറിയന്റാലിസ്റ്റിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഈ മ്യൂറൽ ശിലാലിഖിതത്തെ കുറിച്ചായിരുന്ന പ്രബന്ധം. ക്രിസ്തുവർഷം 78 അവിടെ സുറിയാനി കത്തോലിക്ക സഭ ഉണ്ടായിരുന്നുവെന്നാണ് ഈ മ്യൂറൽ ശിലാലിഖിതത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം തെളിയിക്കുന്നത്. പാകിസ്ഥാനിലെ തക്ഷശില കുരിശം ഈ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇതൊന്നും പുരാവസ്തു തെളിവുകളല്ലേ ജീവൻ ഫിലിപ്പേ? അതും പോർച്ചുഗീസുകാരുടെ വരവിനും വളരെ മുമ്പേ ഉള്ളത്. ജെയിംസ് കുരികലങ്കാട്ടില് പുരാവസ്തു നുമിസ്മാറ്റിക് എന്ന് വെച്ചാൽ ഈ നാണയങ്ങൾ പഠിക്കുന്നത്, നാണയങ്ങളെ പഠനം, പിന്നെ എപ്പിഗ്രാഫിക് തെളിവുകൾ പരിശോധിച്ചിട്ട് തോമസ് ഇന്ത്യയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ കുറിച്ചുള്ള വളരെ വ്യക്തമായ തെളിവുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പുരാവസ്തു, നാണയങ്ങൾ, പിന്നെ എപ്പിഗ്രാഫിക് എഴുതിയത്, കല്ലുകളിൽ എഴുതിയത്, ഇതൊന്നും പുരാവസ്തു തെളിവുകളല്ലേ ജീവൻ ഫിലിപ്പേ? ക്രിസ്തുവർഷം 1189 190 അലക്സാണ്ട്രിയൻ തത്വജ്ഞാനിയും വേദശാസ്ത്രിയുമായ പന്തേനോസ് തെക്കേ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളെ കണ്ടുവെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവർഷം 189 190 2-ാം നൂറ്റാണ്ടില്. അത് ചരിത്രപരമായി സത്യമാണെന്ന് യൂറോപ്പിലും അമേരിക്കയിലും അനേകം കലാലയങ്ങളിലെ പ്രൊഫസറായിരുന്ന ജർമ്മൻകാരൻ
ആൽബ്രക്ട് ദിഹ്ലെ തെളിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം നെടുങ്കാട്ടച്ചന്റെ പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പിന്നെ ജീവൻ ഫിലിപ്പിന് ഏത് തെളിവുകളാണ് വേണ്ടത്? പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഞാനൊരു പുസ്തകമായിട്ട് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ ആ പുസ്തകം വായിക്കണം. വായിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മുഴുവൻ ഒന്ന് വിതരണം ചെയ്യണം. ഇരിങ്ങാലക്കുടയിലും തൃശ്ശൂരും. കോടതിയിലെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? ദൃക്സാക്ഷികൾ. രേഖാമൂലമുള്ള തെളിവുകളെക്കാൾ ദൃക്സാക്ഷികൾ. യേശു ക്രിസ്തു ജനിച്ചു, ജീവിച്ചു, മരിച്ച ഏറ്റവും വലിയ ദൃക്സാക്ഷികൾ ക്രിസ്തീയ സമുദായമാണ്. തോമസ് ലീ ഇവിടെ വന്നതിന് ഏറ്റവും വലിയ തെളിവ് 2-ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് തെളിവുകളുണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുണ്ടെന്ന്. പോർച്ചുഗീസുകാർ ഇവിടെ വരുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്. ഉദയംപേര് സൂനദോസിൽ അവരത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് തെളിവുകളാണ് വേണ്ടത്? ഇവിടെ തോമസ് ലീഗ വന്നുവെന്നും മാർ തോമസ് ലീഗ ക്രിസ്ത്യാനികളുടേതാണെന്നും പറയാൻ? കാസയും പീലാസയും ദപ്പിയും തേടി പോകുകയാണോ? അതിനേക്കാളൊക്കെ ആ തൊണ്ടി സാധനങ്ങൾ വലുതല്ലേ ഈ ഇത്രയും ജീവിക്കുന്ന സാക്ഷികള്, ദൃക്സാക്ഷികള്. ഞാൻ പറഞ്ഞ പരിശോധിക്കൂ. ഞാൻ പറഞ്ഞ തെളിവുകളൊക്കെ ഒന്ന് പരിശോധിക്കൂ. കൃത്യം രേഖ സഹിതമാണ് ഞാൻ പറഞ്ഞത്. ഇനി ജീവൻ ഫിലിപ്പിന് ആരെങ്കിലും അയാളെ എവിടെ എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ പുസ്തകം ഒരു 2-3 മാസത്തിനുള്ളിൽ പുതു ഞായറാഴ്ച വരും. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി അയാൾക്ക് കൊണ്ടു കൊടുക്കൂ. അദ്ദേഹം പരിശോധിക്കട്ടെ. ഞാൻ ആവർത്തിക്കുകയാണ്, വെറുതെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ മാർ തോമസ് ലീവ മാനിക്കയനാണെന്ന് ജീവൻ ഫിലിപ്പിനെ പോലുള്ള നിരീശ്വരവാദിയെ കൊണ്ടുവന്ന് സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും. അത് പ്രചരിപ്പിക്കേണ്ട ഏകൻ ന്യൂസും സത്യദീപവും. അവര് നുണകൾ പ്രചരിപ്പിക്കട്ടെ. നമുക്ക് സത്യം തേടി പോകാം. കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.